നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി അവളുടെ വിവാഹം നിശ്ചയിക്കപ്പെടുകയും പിന്നീട് വിവാഹിതയാവുകയും ചെയ്തു. വിവാഹത്തിന് ശേഷം ആദ്യ വർഷങ്ങൾ പിന്നിടുമ്പോൾ അവൾക്ക് കുട്ടികളുണ്ടാവുന്നില്ല. പ്രാർത്ഥനകളായി വീണ്ടും വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും സന്താന സൗഭാഗ്യം ലഭിക്കാതെ വരുന്ന ഒരു ദുർഭഗതയിലേക്ക് ആ കുടുംബം മാറുകയാണ്. പ്രാർത്ഥനകൾ പരിഭവങ്ങളായി ഒടുവിൽ നിരാശയുടെ വക്കോളമെത്തുന്ന തലത്തിലേക്ക് വരെ ഒരുപക്ഷെ ആയിത്തീരാവുന്ന നിലയിലേക്ക് ഹൃദയം പരിണമിച്ചിരിക്കാം. ഇനി അങ്ങനെയൊന്ന് സാധ്യമല്ല എന്ന് അവളും അവളുടെ പുരുഷനും കരുതിയിരുന്ന സമയത്താണ് ദൈവം അവൾക്കൊരു മകനെ സമ്മാനിക്കുന്നത്, ഇസഹാക്ക്. ഇത് സാറായുടെ കഥയാണെന്ന് നമ്മൾക്കറിയാം. പഴയ നിയമത്തിലെ ഈ കഥയുടെ ഒരു തനിയാവർത്തനം പോലെ പുതിയ നിയമത്തിൽ മറ്റൊന്നുണ്ട്. അതൊരു പുരോഹിതന്റെ കുടുംബത്തിന്റെ കഥയാണ്. സക്കറിയാവുന്ന പുരോഹിതനും എലിസബത്ത് എന്ന അദ്ദേഹത്തിന്റെ പത്നിയും, അവരിരുവരും വാർദ്ധക്യമെത്തുവോളം അവർക്കും സന്താന സൗഭാഗ്യമുണ്ടാവുന്നില്ല. ഒരുപക്ഷെ ആദിയിൽ പറഞ്ഞ കഥയേക്കാൾ കുറെ കൂടി കഠിനമായ മനോവ്യഥയിലൂടെ ആ പുരോഹിതൻ കടന്നുപോയിട്ടുണ്ടാവും. കാരണം മറ്റൊന്നുമല്ല, അയാൾ എല്ലാ ദിവസവും ജനത്തിൻ്റെ അപേക്ഷകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരാളാണ്. എന്നിട്ടും ദൈവം എന്തേ തൻ്റെ വ്യക്തിപരമായൊരു പ്രാർത്ഥനയ്ക്ക് ചെവി തരാത്തത് എന്ന മനോദുഃഖം ആ പുരോഹിതനെയും നന്നെ ഗ്രസിച്ചിരിക്കാൻ ഇടയുണ്ട്. അവിടെയും അസാധ്യമെന്ന് കരുതിയിരുന്ന ഒരു സന്ദർഭത്തിലാണ് ദൈവികമായ ഒരിടപെടലുണ്ടാവുന്നതും പ്രാർത്ഥനാമധ്യേ പുരോഹിതന് ദർശനമുണ്ടാവുന്നതും യോഹന്നാൻ എന്ന പുത്രൻ അവർക്ക് ജനിക്കുന്നതും. ഈ രണ്ട് അസാധ്യതകൾക്കിടയിലുണ്ടായ സാധ്യതയേക്കാൾ നമ്മെ വിസ്മയിപ്പിക്കുന്ന മറ്റൊരു ചരിത്രത്തിലേക്കാണ് പുതിയ നിയമം പിന്നീട് നമ്മളെ ആനയിക്കുന്നത്. അത് കന്യകാമറിയാമിൻ്റെ ചരിത്രമാണ്. വളരെ ചെറിയ പ്രായത്തിലെ ഒരു പെൺകുട്ടി വിവാഹം നിശ്ചയിക്കപ്പെട്ടു. അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായിത്തീരുന്നു. ഇതെങ്ങനെ സാധിക്കും? യുക്തിപരമായി യാതൊരു സാധുതയുമില്ലാത്ത 3 സംഭവങ്ങളാണ് വേദപുസ്തകത്തിൽ നിന്ന് ഇപ്പോൾ ഞാൻ ഉദ്ധരിച്ചത്. ഒരുപക്ഷെ ഭക്തിപൂർവം ധ്യാനിക്കുമ്പോൾ ഈ 3 ചരിത്ര സംഭവങ്ങൾക്കും നമുക്ക് സാധൂകരണമുണ്ടാവും. പക്ഷേ യുക്തിപൂർവം ചിന്തിച്ചാൽ ഇതെങ്ങനെയാണ് നമുക്ക് സാധ്യമാവുക എന്ന് പറയാനാവുക? പൊതുവെ ഈ കഥകളെക്കുറിച്ചുള്ള ഒരു പഠനത്തിൽ, ഈ സംഭവങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ ഇങ്ങനെ ഒരു സൂചനയുണ്ട്. It is tempting to quickly assign these stories to the category of primitive pre-scientific legend and be done with them. After all, these stories are to scientific minds simply impossible. ശാസ്ത്രീയമായി
ചിന്തിക്കുന്നവർക്ക്, പ്രത്യേകിച്ചും പുതിയൊരു കാലത്ത് സാങ്കേതിക വിദ്യകളുടെയും ശാസ്ത്രത്തിൻ്റെയും ഒക്കെ വലിയ വളർച്ചയുണ്ടായിരിക്കുന്ന ഈ കാലത്ത് ഈ കഥകളൊക്കെ ഒരു പ്രീ സയന്റിഫിക് മിത്ത് ലെജൻഡ് കാറ്റഗറിയിൽ പെടുന്നതാവാം എന്നൊരു ചിന്ത സ്വാഭാവികമായും നമുക്കുണ്ടാവും. പിന്നെ എന്തുകൊണ്ടാവും വേദപുസ്തകത്തിൽ ഈ കഥകൾ അല്ലെങ്കിൽ ഈ ചരിത്ര സംഭവങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതും അത് വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച് ധ്യാനിക്കുന്നതും അതിനെക്കുറിച്ച് പഠിക്കുന്നതും എന്തിനാവും? നമ്മുടെയൊക്കെ ജീവിതത്തിലും സാറ കടന്നുപോയതുപോലെ, ഏലിശുവ കടന്നതുപോലെ, അബ്രഹാം കടന്നുപോയതുപോലെ, സക്കറിയ പുരോഹിതൻ കടന്നതുപോലെ, മറിയാം കടന്നതുപോലെ, യോസഫ് നടന്നു നീങ്ങിയതുപോലെ, ഇങ്ങനെ എത്രയെത്ര സങ്കടങ്ങൾ, എത്രയെത്ര മനോവ്യഥകൾ, എത്രയെത്ര ആഗ്രഹ തിരസ്കാരങ്ങൾ, എത്രയെത്ര പ്രാർത്ഥനാ നിഷേധങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇനിയൊരു വഴിയില്ല എന്ന് നമ്മെ ചിന്തിപ്പിക്കുന്ന തരത്തിൽ അത്രമേൽ നിരാശരായിപ്പോയ ചില നിമിഷങ്ങളെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? വലിയ രോഗങ്ങൾക്ക് മുമ്പിൽ, വലിയ കടബാധ്യതകൾക്ക് മുമ്പിൽ, ഉറ്റവരുടെ വഞ്ചനയ്ക്ക് മുമ്പിൽ, സ്നേഹിതരുടെ പരിഹാസത്തിന് മുമ്പിൽ, ഇതൊക്കെ ഒരു സാമാന്യ മനുഷ്യ ജീവിതത്തിൽ കടന്നു പോകുന്ന അനുഭവ മണ്ഡലങ്ങളാണ്. ഇവിടെയൊക്കെ ചിലപ്പോൾ നമ്മൾ ദൈവത്തെ നിഷേധിക്കും, പ്രിയപ്പെട്ടവരെ ഉപേക്ഷിക്കും, ചിലപ്പോൾ ജീവിതം തന്നെ അവസാനിപ്പിക്കും. നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ നമ്മെ ഞെട്ടിക്കുന്ന തരത്തിലുള്ളതല്ലേ? എല്ലാം ഉണ്ടെന്ന് നമ്മൾ കരുതുന്ന ആളുകളൊക്കെ എത്ര ചെറിയ നിമിഷത്തിലാണ് ജീവൻ അവസാനിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു നിരാശാഭരിതമായ ജീവിതത്തിലേക്ക് മനുഷ്യൻ കടന്നു പോകത്തക്ക വിധം ഒരു വിശ്വാസരാഹിത്യം വർത്തമാനകാല സാമൂഹ്യ ജീവിതത്തിനുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർത്തെടുക്കാൻ അവിശ്വസനീയങ്ങളെന്ന് നാം വിചാരിക്കുന്ന ഈ ചരിത്ര സംഭവങ്ങൾ നമ്മെ സഹായിക്കും. എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? അതിങ്ങനെയാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. വാട്ട് ഇഫ് ദർ പർപ്പസ് is to challenge us to blur the line between what we think is possible and what we think is impossible. നമ്മൾ സാധ്യമെന്നും അസാധ്യമെന്നും വേർതിരിച്ച് മാറ്റിവെച്ചിരിക്കുന്ന ആ രണ്ട് ഘടകങ്ങളുടെയും ഇടയിലുള്ള ആ ഒരു വരയുണ്ടല്ലോ, അതിർവരമ്പുണ്ടല്ലോ, അതിനെ ബ്ലർ ചെയ്യാൻ, അതിനെ ഇല്ലാതാക്കാൻ, അതിനെ തൂത്തുകളയാൻ നമ്മൾ അവിശ്വസനീയങ്ങളെന്ന് കരുതുന്ന ഈ കഥകൾക്ക് സാധ്യമാണ്. എങ്ങനെ? മേ ബി ദ പ്രസന്റ് മൊമെന്റ് ഇസ് പ്രഗ്നന്റ് വിത്ത് പോസിബിലിറ്റീസ് വി കാൻ സീ ഓർ വി കാൻ ഇമാജിൻ ഇൻ ദിസ് ലൈറ്റ്. ഈ സൂര്യന്റെ വെളിച്ചത്തിൽ, ഈ പകലിന്റെ വെളിച്ചത്തിൽ നമുക്ക് ചിന്തിക്കാനോ സങ്കല്പിക്കാനോ ഭാവന ചെയ്യാനോ പറ്റാത്ത തരത്തിൽ സാധ്യതകൾ ഈ നിമിഷം ഗർഭം ധരിച്ചിട്ടുണ്ട്. ദിസ് പ്രസന്റ് മൊമെന്റ് ഈസ് പ്രഗ്നന്റ് വിത്ത് പോസിബിലിറ്റീസ്. ഈ കഥകൾ നമ്മളോട് പറയുന്നത് to dare to hope like Elizabeth and Mary, that the seemingly impossible is possible. നമുക്ക് അസാധ്യമെന്ന് തോന്നിപ്പിക്കുന്നവ ജീവിതത്തിൽ സാധ്യമാണ്. ഞാനൊരു ചെറിയ കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം. ധർമ്മപുരാണത്തിലെ ഒരു ചെറിയ കുട്ടി സ്റ്റോറിയാണ്. രണ്ട് കിളികൾ ഒരു മരക്കൊമ്പിലിരിക്കുകയാണ്. അവരിങ്ങനെ സല്ലപിച്ചിരിക്കുമ്പോൾ ആ മരത്തിൻ്റെ താഴെ ഒരു വേടൻ അമ്പും വില്ലുമായിട്ട് വന്നിരിക്കുന്നു. ആൺകിളി ഇത് കണ്ടു. രക്ഷപ്പെടാനൊരു മാർഗം തേടി അവൻ മുകളിലേക്ക് നോക്കി, പറക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഇവരെ ഉന്നമിട്ട്
തലയ്ക്ക് മുകളിൽ ഒരു പരുന്തിങ്ങനെ വട്ടമിട്ട് പറക്കുന്നു. ആൺകിളി പെൺകിളിയോട് പറഞ്ഞു, ഇനി നമുക്കൊരു വഴിയില്ലല്ലോ, മുകളിലും അപകടം, താഴെയും അപകടം. ശ്ലോകത്തിൻ്റെ 3-ാമത്തെ വരി ഇങ്ങനെയാണ്: പെട്ടെന്നാണ് ഒരു പാമ്പ് വേടന്റെ കാലിൽ കൊത്തിയത്. പാമ്പ് കാലിൽ കൊത്തിയതും വേടന്റെ കയ്യിലിരുന്ന വില്ലിൽ നിന്ന് അമ്പ് ലക്ഷ്യം തെറ്റി പറന്നു. നേരെ ചെന്നെത്തിയത് മുകളിൽ പറക്കുന്ന പരുന്തിലാണ്. 2 അപകടങ്ങളും ഒരേ സമയം തന്നെ മാറുകയാണ്. ദൈവത്തിൻ്റെ വഴികൾ എത്ര വിചിത്രം എന്ന് പറഞ്ഞിട്ടാണ് ശ്ലോകം അവസാനിക്കുന്നത്. യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്നില്ലേ, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളല്ല, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളുമല്ല. അതുകൊണ്ട് യുക്തിപൂർവം തിരുവചനത്തെ സമീപിക്കാനല്ല, ഭക്തിപൂർവം തന്നെ തിരുവചനത്തെ സമീപിക്കുക. നമ്മുടെ കർത്താവ് യേശു മിശിഹ തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ താൻ കണ്ടുമുട്ടിയ, താൻ അതിശയം പ്രവർത്തിച്ച ഓരോ മനുഷ്യനോടും ചോദിച്ച അതേ ചോദ്യമാണ് ഈ വേദഭാഗങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുന്നത്. നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് വിശ്വാസമുണ്ടോ? വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന കൃത്യമായൊരു പാഠം ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സമ്പൂർണമായി ദൈവസന്നിധിയിൽ തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്ന അമ്മ മറിയം മുതൽ അവൾക്ക് മുമ്പും പിമ്പുമുള്ള എല്ലാവരും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്ന ഓർമ്മയുടെ ആഘോഷമാണ് ഈ പെരുന്നാൾ. അങ്ങനെ ആയിത്തീരണം ഈ പെരുന്നാൾ. ദൈവം അനുഗ്രഹിക്കട്ടെ.